KSRTCയെ സംബന്ധിച്ചിടത്തോളം ജീവനക്കാരെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കുക അതൊരു സാഡിസ്റ്റ് മനോഭാവത്തോടു കൂടി അത് ആസ്വദിക്കുന്ന ഒരു പറ്റം ഉന്നത ഉദ്യോഗസ്ഥർ എക്കാലവും KSRTCയുടെ തലപ്പത്തുണ്ട്. ഇപ്പോൾ ഈ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ KSRTCയിലെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആദ്യം മെക്കാനിക്കൽ വിഭാഗം ജീവനക്കാരെ ട്രാൻസ്ഫർ ചെയ്യാം. ഇപ്പോൾ DCP വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ പേരെ ഒന്നിച്ച് DCPയിലേക്ക് മാറ്റുന്നു. ഡിപ്പോകളിൽ ജോലി ചെയ്യുന്നവൻ വീടിൻ്റെ അടുത്ത് ജോലി ചെയ്ത് അവൻ അങ്ങനെ സൂചിച്ചാൽ കൊള്ളുകയില്ല എന്നുള്ളൊരു മനോഭാവത്തിൽ. അപ്പോൾ കണ്ണൂരുള്ള ജീവനക്കാരെ കുമിളിക്ക്, കട്ടപ്പന, നെടുങ്കണ്ടം, നിലമ്പൂരിൽ നിന്ന് തിരുവനന്തപുരം ഇങ്ങനെ ഒരു കാരണമില്ല ട്രാൻസ്ഫർ ചെയ്യാണ്. ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഡ്രൈവർ കണ്ടക്ടർ വിഭാഗം ജീവനക്കാരുടെ ട്രാൻസ്ഫർ. ഇപ്പോൾ രാഷ്ട്രീയ വൈരാഗ്യം ഇതിനകത്ത് ഈ ട്രാൻസ്ഫറിലെല്ലാം ഒരു ട്രേഡ് യൂണിയൻ വൈരാഗ്യം തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഞാൻ ഈ കുമളിയിൽ ചെന്നപ്പോൾ അവിടെ ട്രേഡ് യൂണിയൻ വൈരാഗ്യം തീർക്കാൻ വേണ്ടി സ്വന്തം ട്രേഡ് യൂണിയനിലുള്ളവരെ പോലും അടിച്ചിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ തിരുവനന്തപുരം സിറ്റിയിൽ ജോലി ചെയ്യുന്ന, തിരുവനന്തപുരം നഗരപ്രദേശത്തിനടുത്ത് താമസിക്കുന്ന ആളുകളെ ഏകദേശം 10-20ഓളം കണ്ടക്ടർമാരെ കുമളിക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ്. കുറേ പേരെ വൈക്കത്തിന് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു. ഇവിടെയുള്ള പിറവത്ത് അല്ലെങ്കിൽ എറണാകുളത്തുള്ള ഡ്രൈവർമാരെ കുമളിക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു. കുറേ പേരെ കോതമംഗലത്തുള്ളവരെ ആറ്റിങ്ങിൽ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഇങ്ങനെ ട്രാൻസ്ഫർ കൊണ്ട് എന്താണ് ഉദ്ദേശം എന്ന് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ ട്രാൻസ്ഫർ നടപ്പിലാക്കുക, ഇത് അപേക്ഷിക്കപ്പെട്ടിട്ടുള്ള ജീവനക്കാർക്ക് കൊടുക്കുക, അത് ജനറൽ ട്രാൻസ്ഫർ എന്നുള്ളത് വേണം. പക്ഷെ അത് കൊടുക്കുമ്പോൾ ഈ ജീവനക്കാരുടെ കയ്യിൽ നിന്ന് അപേക്ഷ സ്വീകരിക്കുന്നുണ്ട്. അതൊരു മാനദണ്ഡത്തിൽ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ടാക്കി ഇത് തീരുമാനിച്ചിട്ട് ഇപ്പോൾ ഈ ആലപ്പുഴ കിടക്കുന്നവരെ ആളെ എന്നാൽ കൊല്ലത്തിന് മാറ്റുക, കൊല്ലത്ത് കിടക്കുന്ന ആളെ തിരുവനന്തപുരത്ത് കുറവുണ്ടെങ്കിൽ അങ്ങോട്ട് മാറ്റുക, തിരുവനന്തപുരംകാരെ കൊല്ലത്തിനടിക്കുക അല്ലെങ്കിൽ കൊട്ടാരക്കരയ്ക്ക് വരിക. അപ്പം സമീപ ജില്ലകളിലേക്കുള്ള ട്രാൻസ്ഫർ അത് വലിയ പ്രശ്നമില്ലാതെ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇത് തിരുവനന്തപുരത്ത് കിടക്കുന്നവരെ ബത്തേരിക്ക്, വയനാട്ടിലേക്ക് വിടുക, വയനാട്ടിൽ കിടക്കുന്നവരെ തിരുവനന്തപുരത്തിന് വിടുക, കട്ടപ്പന കിടക്കുന്നവരെ കണ്ണൂർക്ക് വിടുക, ഇങ്ങനെ ഇത് ആസ്വദിക്കുക. നമ്മൾ ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിൽ കുടുംബത്തെ ചെല്ലേണ്ട സാഹചര്യങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും. നമ്മൾ വേറെ ജോലിയാണെങ്കിൽ ചിലപ്പം പോയി ചെയ്യേണ്ടി വരും. ഇതൊക്കെ വാസ്തവമാണ്. പക്ഷേ KSRTC പോലൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ ജീവനക്കാരൻ അവൻ്റേതായിട്ടുള്ള, അതായത് ഈ ഏറ്റവും അടുത്ത് വീട്ടിൽ ജോലി കഴിഞ്ഞ് ഇല്ലെങ്കിൽ 2 ദിവസം അടുപ്പിച്ച് ജോലി ചെയ്തിട്ട് 3-ാം ദിവസം വീട്ടിൽ ചെല്ലാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതിനെ വളരെ ബോധപൂർവം എതിർക്കുകയാണ്. ഇവിടെ ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത് ഈ ട്രാൻസ്ഫർ ലിസ്റ്റിൽ വളരെ ശക്തമായ രീതിയിൽ അംഗീകൃത ട്രേഡ് യൂണിയനുകളുടെ കൈകടത്തലുകളുണ്ട്. അതേ യൂണിയനിൽപ്പെട്ട, ഇപ്പോൾ നമ്മൾ പുറത്ത് അംഗീകൃത യൂണിയന് കൈകടത്തലുണ്ടെന്ന് പറയുമ്പോൾ അയ്യോ ആ യൂണിയൻ്റെ ഇന്ന ആളെ മാറ്റിയല്ലോ എന്ന് പറയാറുണ്ട്. അത് അതിൻ്റെ ഉള്ളിലെ ഗ്രൂപ്പുകളെ കൊണ്ടാണ്, അതിൻ്റെ ഉള്ളിലെ പരസ്പര വെട്ടലാണ്. അപ്പോൾ KSRTCയുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ അംഗീകൃത ട്രേഡ് യൂണിയൻ ഇടപെടുന്നു. KSRTCയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മേലുദ്യോഗസ്ഥന്മാരായി വരുന്നവർക്ക് അവരുടെ വൈരാഗ്യം തീർക്കുവാനും ട്രേഡ് യൂണിയനുകളെ സൂചിപ്പിക്കുവാനും ഒക്കെയുള്ള ഒരു മാർഗമായി ഈ ജനറൽ ട്രാൻസ്ഫറിനെ കാണുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ പല സ്ഥലങ്ങളിലും, ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ കണ്ടക്ടർമാർ കൂടുതൽ വന്നിട്ടുള്ള ഇപ്പോൾ കുമളി പോലുള്ള ഡിപ്പോകളിൽ ഡ്യൂട്ടി ഇല്ലാതെ തിരിച്ചു പോകേണ്ടി വരുന്ന അവസ്ഥയുണ്ടാകുന്നു. കട്ടപ്പന, നെടുങ്കണ്ടം പോലെയുള്ള സ്ഥലങ്ങളിൽ ഡ്രൈവർമാർ കൂടുതലായിട്ട് അവർ തിരിച്ചു പോകേണ്ടി വരുന്നു. എന്നാൽ ഈ വൈക്കം, പിറവം പോലെയുള്ള അല്ലെങ്കിൽ എറണാകുളം പോലെയുള്ള സ്ഥലങ്ങളിൽ ഡ്രൈവർമാരുടെ ക്ഷാമം നേരിടുന്നു, സർവീസുകൾ മുടങ്ങുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. ഇത്തരത്തിൽ യാതൊരു പ്ലാനിങ്ങും പദ്ധതിയുമില്ലാതെ, യാതൊരു വിധത്തിലുള്ള മുൻകരുതലുമില്ലാതെ തോന്നിവാസം കാണിച്ചുകൊണ്ടാണ് KSRTCയിൽ ഈ ട്രാൻസ്ഫർ നടപ്പിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം ഇതൊക്കെ അംഗീകൃത യൂണിയനുകളും മാനേജ്മെൻറ്റും ചേർന്ന് നടത്തുകയാണ്. ജനറൽ ട്രാൻസ്ഫർ നടത്തുന്നതിന് കുഴപ്പമില്ല. അതിൻ്റെ ഉള്ളിൽ ഈ രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ വൈരാഗ്യം അതൊരു പകപോക്കലിൻ്റേത് ഭാഗമായി മാറുന്നു. അത് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രദ്ധിക്കും, ഇതിന് പരിഹാരമുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. Thank you.